ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് എൻ്റെ ഗാർഡനിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പേര് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് പേരാണ് കേട്ടോ ഇന്നെൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ അത് ആരൊക്കെയാണ് കാണിച്ചു തരാം. എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്നു തോന്നരുത് കേട്ടോ. ഞാൻ ആ ബിസ്ക്കറ്റ് നിലത്ത് വീഴോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. 2-3 ബിസ്ക്കറ്റ് പോയി. അപ്പോൾ ഇനി എന്താ സംഭവം ഞാൻ പറയാം. എന്തായാലും നമ്മളെ വീട്ടിലേക്ക് കുറച്ച് പേരൊക്കെ വരാൻ പോവല്ലേ, നമുക്കൊന്ന് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനെ നമുക്കൊരു ഗാർഡൻ മേക്ക് ഓവറെന്നോ അല്ലെങ്കിൽ കാർ പോർച്ച് മേക്ക് ഓവറെന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. ഇത് നമ്മളുടെ കാർ പോർച്ചാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. കാർ പോർച്ച് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പോർച്ചിനെ നമ്മൾ ഇതിന് മുമ്പ് തന്നെ എൻ്റെ പെയിൻറ്റിങ്ങൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് അധികം വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനത്തിൽ ഇരുന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഉമ്മ ഇത് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു തരുന്നത്. ഉമ്മക്ക് പേടിയായിട്ടാണ്. കാരണം അത്രയും എന്നോട് ഡോക്ടർ പറയുന്ന ഒരു കാര്യമായിട്ട് ഉമ്മനോട് എന്നോട് ക്ഷീണാവുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യരുത്. ഇപ്പോൾ ഫിസിയോതെറാപ്പി ആണെങ്കിൽ പോലും എനിക്കത് ക്ഷീണാവുന്ന രീതിയിലോ മെയിനായിട്ട് ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്നാണ് കേട്ടോ പറയുക. കാരണം എപ്പോഴും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. അതേപോലെ തന്നെ പ്രഷറും ലോ ആയി പോവും. അതുകൊണ്ട് എൻ്റെ ഡോക്ടർ ഇതൊന്നും കാണാതിരിക്കട്ടെ. ഇപ്പോൾ ടിന്നറിൻ്റെയും പെയിൻറ്റിൻ്റെ ഒന്നും മണം എനിക്ക് അത്രയും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ശ്വസിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ചില സമയത്ത് ഇതൊക്കെ എനിക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സിരസിക്കൊക്കെ നമ്മൾ വെള്ളം കയറുമ്പോഴുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ലേ, അതേപോലെയാണ് കേട്ടോ എനിക്ക് തോന്നാം. അപ്പം എനിക്കൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റൂല. കാരണം ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും ശ്വാസത്തിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പം അൽഹംദുലില്ലാ ആദ്യത്തെ പോലത്തെ അത്രയും ഒരു ഇപ്പം ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ ഉള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ പെട്ടെന്ന് തോന്നാറില്ല. അത്രയും സമയം നമ്മൾ കുറച്ചധികം സമയം ഇങ്ങനെ ഇത് തന്നെ നമ്മൾ ശ്വസിച്ചിരിക്കുമ്പോൾ എനിക്കറിയാം കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നെഞ്ചും തൊണ്ടൊക്കെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു അടഞ്ഞ പോലെ ആയിരിക്കും എനിക്ക് തോന്നാം. ഇങ്ങനെ ഒരു ടൈറ്റായ പോലെ തോന്നും നെഞ്ചും തൊണ്ടൊക്കെ. പക്ഷെ എനിക്കിതൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. അപ്പം നമുക്ക് പറ്റണ പോലെ ചെയ്ത് നോക്കുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണത് കൊണ്ടാണ് കേട്ടോ എനിക്കിതൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടണത്. ഇൻഷാ അല്ലാഹ് പഠിക്കണ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകണം. അള്ളാഹു അത് ശരിയാക്കി തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഹാപ്പി ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും നല്ല റോളർ ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് വിചാരിക്കുന്ന രീതിയിൽ ശരിയാവണില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യും, മറ്റേ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ലാണ്ട് ഈ റോളർ നീങ്ങണില്ല. പിന്നെ ഇനിയാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ ആ ഒരു കാർ പോർച്ചിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ചെറിയൊരു സ്പേസ്. അപ്പോൾ അവിടെ എനിക്ക് ഐഡിയ ആദ്യം ഉണ്ടായിരുന്നത് നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മുറ്റത്ത് വിരിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു ഐഡിയ ഉണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നെ എനിക്ക് തോന്നി വേണ്ട, കിളിക്കൂട് വെക്കുമ്പോൾ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന് കരുതി ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അതിന് പകരം ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം. അതിനു മുമ്പായിട്ട് കുഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. കൂട് പെയിൻ്റ് അടിച്ചു കൊടുത്ത റോളറിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പെയിൻറ്റിങ് ബ്രഷ് എടുത്തത്. അപ്പോൾ പെയിൻറ്റിങ് ബ്രഷ് അതിലും കഷ്ടമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്.
ഒരു തരിക്ക് നീങ്ങണില്ല. 2 കുടം ഉള്ളു പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യം ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നപ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാണ്ട് വെച്ചിരുന്ന 2 കുടങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. കുറേ സമയം വെറുതെ പോയിട്ടോ, പെയിൻറ്റിങ് ബ്രഷ് നല്ലതല്ലാത്തതുകൊണ്ട്. പിന്നെ ഉമ്മയുടെ വിരലിൽ കൈ പൊട്ടിയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായല്ലോ. അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഉമ്മയുടെ കൈൻ്റെ സ്റ്റിച്ച് വെട്ടിയോ എന്നൊക്കെ. സ്റ്റിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഉള്ളിലും കൂടി സ്റ്റിച്ചുള്ളത് കൊണ്ട് 2-3 ദിവസം കഴിയുമെന്നാണ്. പിന്നെ ഈ ഒരു വീഡിയോ അങ്ങനെ കൈക്കൊക്കെ പറ്റണേക്കാട്ടിൽ മുമ്പ് നമ്മൾ എടുത്തിരുന്നതാട്ടോ. പിന്നെ എൻ്റെ ഒരു റൂമുണ്ടല്ലോ, പെയിൻറ്റിങ്ങൊക്കെ ഞാൻ എടുത്ത് വെക്കണേ, ആ ഒരു റൂമിൻ്റെ താഴെ നമ്മൾ ഫ്ലോർ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഭാഗവും ആ ഒരു കളർ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണത്. ഇപ്പോൾ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ചെയ്യാൻ. നമ്മൾ ഈ റൂം ഉണ്ടാക്കിയ സമയത്ത് ഡോറ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും കിളിക്കൂടും ഫ്ലോറൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതല്ലേ. അപ്പോൾ ഞാൻ പെയിൻറ്റൊക്കെ ചെയ്യാനിരിക്കണം എൻ്റെ കുഞ്ഞു റൂമിൻ്റെ ഡോറും കൂടി നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇനി ഈ ഒരു ഭാഗത്ത് വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ, എല്ലാതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പേര് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഞാൻ അവരെ കാണിച്ചതാട്ടോ. ഇവിടെ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഇവർ വിരുന്ന് പോയൊക്കെ ആയിരുന്നു കേട്ടോ. വിരുന്ന് പോയി വന്നപ്പോഴേക്കിനും പഴയ വീടല്ല കേട്ടോ അവർക്ക് വേണ്ടി ഞാൻ സെറ്റാക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു പേടിയുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് വന്നതിൻ്റെ ആയിരിക്കാം ആ ഒരു പേടി. ഇനി അവിടെ പറന്നൊക്കെ കളിക്കുമ്പോൾ ശരിയായിക്കോളും. പിന്നെ എനിക്ക് ടെറാക്കോട്ട കളർ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു കളറിലുള്ള ചട്ടികളായിരിക്കും ഇവിടെ വെക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ 2-3 ചെടികളെ അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി അവിടെ സ്റ്റാൻഡും വരാനുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ. എനിക്ക് നല്ല സന്തോഷമായിട്ടോ, കാരണം കുറച്ച് നാൾ കിളികളെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഒരു മൂകതയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.